ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. വചനം 1. ഇദാ ജാഅ വന്നാൽ, വരുമ്പോൾ, നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം, വൽ ഫത്ഹ് വിജയവും തുറവിയും. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. വചനം 2. വറഅയ്ത നീ കാണുകയും ചെയ്താൽ, അന്നാസ മനുഷ്യര്, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതായി, ഫീ ദീനില്ലാഹി അള്ളാഹുവിന്റെ മതത്തിൽ, അഫ്വാജ കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി. അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ കാണുകയും ചെയ്താൽ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. വചനം 3. ഫസബ്ബിഹ് അപ്പോൾ നീ തസ്ബീഹ് നടത്തിക്കൊള്ളുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, സ്തുതിയോടെ, റബ്ബിക നിന്റെ റബ്ബിനെ, വസ്തഗ്ഫിർഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന നിശ്ചയമായും അവനാകുന്നു, തവ്വാബ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊള്ളുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് അല്പം മുമ്പായി അവതരിച്ച ഒരു സൂറത്താണിത്. അവർണ്ണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ഏതാണ്ട് 23 കൊല്ലക്കാലം നടത്തിവന്ന അവിശ്രമ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകണ്ട് അവിടുത്തെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീനിനെ അഥവാ ഇസ്ലാം മതത്തെ സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. ആ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തി കുപ്രസിദ്ധി നേടിയ വിരുദ്ധ ശക്തികളെല്ലാം മല പോലെ വന്ന് മഞ്ഞുപോലെ നീങ്ങിപ്പോയി. വിഗ്രഹാദി വിവിധ ദൈവങ്ങളുടെ കൂത്തരംഗമായിരുന്ന അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ശിർക്കിന്റെ അനുയായികളും അവരുടെ ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക എല്ലായിടത്തും ഉയർന്നു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. അയൽപ്പക്കങ്ങളിൽ നിലവിലുള്ള കുഫറിന്റെ സാമ്രാജ്യങ്ങളിലെ മഹാരഥന്മാർ തങ്ങളുടെ ഭാവിയെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്ക വിജയമാകുന്ന വിജയങ്ങളുടെ വിജയം കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാപ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ മദീനയിലേക്കു പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുറം നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശവും വിജ്ഞാനവും പ്രചരിപ്പിക്കുവാനും അതിന്റെ പതാക പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിക്ഷണം ലഭിച്ച പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ അവിടുത്തെ പ്രതിനിധാനം ചെയ്യുവാൻ സജ്ജമായിരിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ ഇഹത്തിൽ വെച്ച് അവിടുത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവിടുത്തേക്ക് കണ്ടാനന്ദിക്കുമാറാകുകയും ചെയ്തു. ഇനി അവിടുത്തേക്കു വേണ്ടി അള്ളാഹു തന്റെ അടുക്കൽ ഒരുക്കിവെച്ചിട്ടുള്ളതും എല്ലാറ്റിനേക്കാളും ഉപരിയായതുമായ അനുഗ്രഹങ്ങൾ നൽകുവാനിരിക്കുന്നു. അതിനായി അള്ളാഹു അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറത്ത് മുഖേന. അഥവാ ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുവാനുള്ള സൂചനയാണ് ഇതിലുള്ളത്. യാത്രയ്ക്കു മുമ്പായി ഇതേവരെ ലഭിച്ച വമ്പിച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവനു സ്തുതികീർത്തനവും സ്തോത്രകീർത്തനവും ചെയ്യണമെന്നും വല്ല വിധേനയും വന്നു വശായേക്കാനിടയുള്ള അബദ്ധങ്ങളും വീഴ്ചകളും മാപ്പ് ചെയ്തു കിട്ടുവാൻ വേണ്ടി അവനോട് പാപമോചനം തേടണമെന്നും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ ഞെരുക്കവും ഭാരവും നീങ്ങി എളുപ്പവും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും കൂടുതൽ ലഭിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് താൽപര്യം. പ്രവാചകന്മാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നിരിക്കെ പാപമോചനം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വല്ലവരും സംശയിച്ചേക്കാം.
നബിമാരുടെ പാപങ്ങൾ കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി സൂറത്തുൽ ഫത്ഹ് 2-ന്റെയും സൂറത്ത് മുഹമ്മദ് 19-ന്റെയും സൂറത്തു സ്വാദ് 34-38-ന്റെയും വ്യാഖ്യാനങ്ങളിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അവിടങ്ങളിൽ നോക്കുക. നബിമാരുടെ ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കൽ വന്നേക്കാവുന്ന കേവലം നിസ്സാരമായ വീഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായി ഗണിക്കപ്പെട്ടേക്കും. എന്നല്ലാതെ കുറ്റകരമോ നിഷിദ്ധമോ ആയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. കൂടാതെ നബിമാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തങ്ങളുടെ സമുദായമധ്യേ നടമാടുന്ന പാകപ്പിഴവുകളിൽ ഒരു ബാധ്യത അവർക്കും ഉണ്ടായിരിക്കാവുന്നതുമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുത്തെ സമുദായത്തിന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് മുഹമ്മദ് 19. ഇങ്ങനെ പല നിലക്കും ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാൻ കൽപ്പിച്ചത്. അള്ളാഹുവിനറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരുമേനിയാകട്ടെ അത് അവിടുത്തെ നിത്യപതിവാക്കി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. നാം എല്ലാവരും അതിന് കൂടുതൽ കടപ്പെട്ടവരാണെന്ന് വ്യക്തം. ആ നിലക്ക് ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ ഒരു ഉപദേശപാഠം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലരുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയിരിക്കണം. അവർ പറഞ്ഞു, എന്താണ് ഈ ചെറുപ്രായക്കാരനായ ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ? ഞങ്ങൾക്ക് ഇവനെപ്പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അടിക്കുറിപ്പ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യപുത്രനും ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ദേഹവുമാണെന്നു നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായം ഗൗനിക്കപ്പെടേണ്ടതില്ല എന്നു സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിനു ഏറെക്കുറെ 13 വയസ്സു മാത്രമേ പ്രായമുണ്ടായിരിക്കേയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അവരെയെല്ലാം വിളിച്ചു വരുത്തി കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അങ്ങനെ തന്നെയാണോ താനും പറയുന്നത് ഇബ്നു അബ്ബാസെ എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആയുഷ്കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. അതായത് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തുകൊള്ളുക എന്ന് താൽപ്പര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി. ഈ സൂറത്തിൽ അടങ്ങിയ സൂചനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടിയത്. വേറെയും പല സംഗതികളും ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കുവാനുണ്ട്. നമ്മുടെ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് ആ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തദ് നുഅയ്തു ഇലാ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞതായി അഹ്മദും ബൈഹക്കിയും റഹ്മത്തുള്ളാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേർ പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ബുഖാരി, മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഖുർആന്റെ താൽപര്യം സ്വീകരിച്ചുകൊണ്ട് ഈ സൂറത്തിലെ നിർദ്ദേശപ്രകാരം റുക്കൂഇലും സുജൂദിലും വളരെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്കു ഞാൻ സ്തോത്രകീർത്തനം ചെയ്യുന്നു. അല്ലാഹുവേ, എനിക്ക് പുറത്തു തരേണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു. അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്കു ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹ്മദും റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. മുമ്പില്ലാത്ത ഈ 10 കാരണം ചോദിച്ചപ്പോൾ
ഈ സൂറത്തിൽ പ്രസ്താവിച്ച അടയാളം കണ്ടതുകൊണ്ടാണെന്ന് തിരുമേനി മറുപടി പറഞ്ഞതായും ആ 2 ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു.